റഹീസ് റഷീദ്, പുറത്തേക്കുള്ള വഴി തുറക്കാൻ ശശീന്ദ്രൻ പക്ഷം നീക്കം നടത്തുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ സ്വയമുള്ള ഈ പടിയിറക്കത്തിലേക്ക് പി.സി. ചാക്കോ എത്തിയത്? സുജയ, പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുന്നു, ഒപ്പം മുന്നണിക്കകത്ത് ഒറ്റപ്പെടുന്നു. ദീർഘവീക്ഷണത്തോട് നോക്കിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറച്ച സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമില്ല. ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാം, എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് പറഞ്ഞ് തോമസ് കെ തോമസും പി.സി. ചാക്കോയും ശത്രുപക്ഷത്തായിരുന്നു. അവരൊന്നാകുമ്പോൾ തോമസ് കെ തോമസിൻ്റെ ലക്ഷ്യം സംസ്ഥാന മന്ത്രിസഭയിൽ ഇടമായിരുന്നു. പി.സി. ചാക്കോയുടെ ലക്ഷ്യം എലത്തൂർ സീറ്റായിരുന്നു. എലത്തൂർ സീറ്റിൽ നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന് ഒപ്പം തോമസ് കെ തോമസിൻ്റെ കൂടി സഹായത്തോടു കൂടി അവിടെ നിന്ന് മത്സരിച്ച് അടുത്ത തവണ നിയമസഭയിലേക്ക് വരിക. രണ്ടുപേർക്കും 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് വെച്ചാണ് രണ്ടുപേരും ഒന്നാവുകയും ശരത് പവാറിനെ മുംബൈയിൽ പോയി കാണുകയും സംസാരിക്കുകയും മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരാനുള്ള തീരുമാനവും എടുക്കുന്നത്. പക്ഷേ ആ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, അജിത് പവാർ പക്ഷം, അതായത് NCP പിളർന്ന് BJPക്കൊപ്പം പോയ അജിത് പവാർ പക്ഷം 100 കോടി രൂപ തോമസ് കെ തോമസ് വഴി കേരളത്തിലെ 2 MLA-മാർക്ക് കൊടുത്ത് അവരെ മുന്നണിയിൽ അജിത് പവാർ പക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയെന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കിട്ടുന്നത്. അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും RSP ലെനിനിസ്റ്റിലെ കോവൂർ കുഞ്ഞുമോനെയാണ് തോമസ് കെ തോമസ് 100 കോടി രൂപ വീതം കൊടുത്ത് അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയതെന്ന വിവരം വരുന്നത്. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പ്രാഥമികമായി പഠിച്ചതിന് ശേഷം ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്കം നടന്നു എന്ന നിഗമനത്തിൽ മുഖ്യമന്ത്രി എത്തുകയും ആന്റണി രാജുവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നീക്കം നടന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കോവൂർ കുഞ്ഞുമോനെ കൊട്ടാരക്കര ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നീക്കം നടന്നു എന്ന വിവരം കൂടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒപ്പം നേരത്തെ രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ മന്ത്രിസഭയിൽ തോമസ് കെ തോമസിനെ പോലുള്ള ഒരാൾ വരികയാണെങ്കിൽ വിവാദങ്ങൾ നിരന്തരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടിട്ടാണ് അത്തരമൊരു നീക്കത്തിനില്ല, മന്ത്രിസഭയിൽ ഒരു മാറ്റത്തിന് ഇപ്പോൾ ഇല്ല എന്ന തീരുമാനം മുഖ്യമന്ത്രി ദേശീയ നേതൃത്വത്തെ വരെ അറിയിക്കുന്നത്. അതോടുകൂടി തോമസ് കെ തോമസും സഭയിലാണ്. തിരുവനന്തപുരത്ത് നമുക്ക് അവരുടെ പ്രതികരണം പ്രതീക്ഷിക്കാം. പി.സി. ചാക്കോ ഇപ്പോൾ എവിടെയുണ്ട്? അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ, നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുന്ന ആളുകൾ, PM സുരേഷ് ബാബുവും ലതിക സുഭാഷും അടക്കമുള്ള അദ്ദേഹത്തിനൊപ്പം വന്ന ആളുകൾ, അവരുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? പി.സി. ചാക്കോ കൊച്ചിയിലാണുള്ളത്. ഞാൻ കുറച്ച് സമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ആ സംസാരത്തിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം കൊച്ചിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിനൊപ്പം ഉള്ള ചില ആളുകൾ, NCPയുടെ ഒരു ദേശീയ സെക്രട്ടറി ഒരു സതീഷ് ചന്ദ്രനുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് കാണാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. PM സുരേഷ് ബാബുവും ലതിക സുഭാഷിനെ ഒന്നും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും ഇനി ആര് പ്രസിഡന്റ് ആകും എന്ന ചർച്ച വരുമ്പോൾ പി.സി. ചാക്കോ ആ പാർട്ടിക്കകത്ത് നിന്ന് പോകാനാണ് പി.സി. ചാക്കോയുടെ തീരുമാനമെങ്കിൽ, അതായത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയിൽ NCPക്കകത്ത് നിൽക്കാനാണ് പി.സി. ചാക്കോയുടെ തീരുമാനമെങ്കിൽ സ്വാഭാവികമായും പി.സി. ചാക്കോ മുന്നോട്ട് വെക്കുന്ന പേര് PM സുരേഷ് ബാബുവിൻ്റെയോ ലതിക സുഭാഷിൻ്റെയോ KR രാജൻ്റെയോ ഒക്കെ ആകാനാണ് സാധ്യത. കാരണം ഇവരൊക്കെയാണ് ഇപ്പോൾ പി.സി. ചാക്കോയ്ക്കൊപ്പം NCPക്കകത്ത് അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ. സ്വാഭാവികമായും എ കെ ശശീന്ദ്രൻ പക്ഷം ഇവരെ ആരെയും അംഗീകരിക്കില്ല. പി.സി. ചാക്കോ മാറുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ, പി.സി. ചാക്കോ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ കൃത്യമായൊരു പവർ എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിനെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനായിരിക്കും നോക്കുക. അതിൽ 2 കാരണമുണ്ട്. എലത്തൂർ സീറ്റ് CPM ഏറ്റെടുക്കും എന്ന ചർച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് നമുക്ക് അടുത്ത നീക്കങ്ങൾ, പ്രതികരണങ്ങൾ വരുമ്പോൾ വീണ്ടും ഈ വാർത്തയിലേക്ക് എത്താം. താങ്ക് യു റഹീസ് റഷീദ് ആൻഡ് VS രഞ്ജിത്ത്.